മളി ഒട്ടകത്തലമേട് ശ്രീനാരായണ ധർമാശ്രമത്തിന് ആശ്വാസം. ജലജീവൻ മിഷന് സൗജന്യമായി സ്ഥലം നൽകിയ ആശ്രമത്തിന് വാട്ടർ അതോറിറ്റി ബില്ല് നൽകിയത് തെറ്റായ നടപടിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആശ്രമത്തിൽ നിന്ന് ഈടാക്കിയ തുക തിരികെ നൽകാനും ബില്ലുകൾ പിൻവലിക്കാനും മന്ത്രി അടിയന്തര നിർദ്ദേശം നൽകി. കുടിവെള്ളത്തിനായി ഭൂമി സൗജന്യമായി നൽകിയ ആശ്രമത്തിന്റെ സേവനം മാതൃകാപരമെന്നും മന്ത്രി പറഞ്ഞു. ജനം ഇംപാക്ട്. ശ്രീനാരായണ ധർമാശ്രമം എന്ന നിലയിൽ ആ ട്രസ്റ്റ് ചെയ്തത് ആ നാടിന് വലിയ ഗുണകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആണ് ഇത്തരം കാര്യങ്ങൾ ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നാവശ്യപ്പെട്ടത്. ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതിനകത്തൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് അവസരം ഒരുങ്ങുമ്പോൾ ഒരു നല്ല മെസ്സേജായിട്ട് ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിത് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാനൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടും പ്രകാരം പരിശോധിച്ചിട്ട് അന്ന് പറഞ്ഞതും പ്രകാരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് തുക അടച്ചു എന്നുള്ളത് അവർ കാണിച്ചൊരു മര്യാദയും മാന്യതയാണ്. പക്ഷേ എനിക്കിത് അറിയാൻ കഴിഞ്ഞില്ല. ഞാൻ പണ്ടേ കറക്റ്റ് ചെയ്തതിനെയും അങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുക മേടിക്കാൻ പാടില്ല എന്ന നില തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. അത് തിരിച്ചടയ്ക്കാൻ ആവശ്യമായ നടപടികൾ വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെടും. അതിൻ്റെ റിപ്പോർട്ട് അടിയന്തരമായി ചോദിച്ച് മറ്റു നിലപാടിലേക്ക് പോകും. സുബിൻ ചേരുന്നുണ്ട്. സുബിൻ, ഈ ശ്രീനാരായണ ധർമാശ്രമവുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്ന പ്രയാസം പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് നമ്മളാണ്, ജനം ടിവിയാണ്. ഇപ്പോൾ അതിൽ കൃത്യമായി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. എന്താണ് മന്ത്രി നൽകുന്ന ഉറപ്പ്? തീർച്ചയായും ഈ ശ്രീനാരായണ ധർമാശ്രമവുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇതുമായി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 2023 ഈ ഒരു ജലജീവൻ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായി ഈ ഒരു ടാങ്ക്, ഒരു കുടിവെള്ള ടാങ്ക് ഈ ശ്രീനാരായണ ധർമാശ്രമത്തിന്റെ സ്ഥലത്ത് സ്ഥാപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ വാട്ടർ അതോറിറ്റി ബന്ധപ്പെടുകയും അതിനുശേഷം ഏകദേശം 8 സെന്റോളം സ്ഥലം സൗജന്യമായാണ് ജലജീവൻ മിഷൻ നൽകിയത്. അതായത് 4 പഞ്ചായത്തുകളിലേക്ക്, കുമളി, ചക്കുളം, കരുണാപുരം ഉൾപ്പെടെ 4 പഞ്ചായത്തുകളിലേക്ക് വെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതി നിർമ്മാണോദ്ഘാടന സമയത്ത് തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിരുന്നു. ഈ സ്ഥലം തന്ന ശ്രീനാരായണ ധർമാശ്രമത്തിന് ആ വാട്ടർ കണക്ഷൻ സൗജന്യമായി നൽകും, ജലം സൗജന്യമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതും. ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ഇവർക്ക് ഈ ഇത്തരത്തിൽ ശ്രീനാരായണ ധർമാശ്രമത്തിന് വെള്ളം നൽകിയിരുന്നു. ഈ സമയത്തെല്ലാം തന്നെ ഇതിനുശേഷം ഓരോ മാസവും കൃത്യമായി ബില്ലും വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ഓഫീസുമായി ബന്ധപ്പെടുമ്പോഴെല്ലാം തന്നെ ആ ബില്ല് അടയ്ക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ബില്ല് വരുന്നത്, ഏകദേശം ഒരു നോട്ടീസ് എത്തുന്നത്. ഏകദേശം 30,000-30,000-ലധികം രൂപ അടയ്ക്കണമെന്ന് കാണിച്ചായിരുന്നു ആ നോട്ടീസ് ഉണ്ടായിരുന്നത്. അടിയന്തരമായി തന്നെ തുക അടച്ചില്ലെങ്കിൽ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യുമെന്ന് ഈ നോട്ടീസിൽ പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ഇവർ ഈ ഒരു ബില്ല് അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ മന്ത്രി വാഗ്ദാനം ചെയ്തിട്ടും ഈ ഭീമമായ ബില്ല് വന്നതിൽ ഈ ആശ്രമം അധികൃതർ വലിയ രീതിയിലുള്ള ഒരു മനപ്രയാസം അനുഭവിച്ചു എന്നുള്ളതാണ് അവരുടെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത്തരത്തിൽ സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയതിനു ശേഷവും അതിന് തുക വെള്ളം സൗജന്യമായി നൽകാമെന്ന് പറഞ്ഞതിനു ശേഷം ഇത്തരത്തിൽ ബില്ല് വന്നത് വലിയ രീതിയിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടിലേക്ക് അവിടുത്തെ അന്തേവാസികളെയും അതുപോലെ തന്നെ അതിന്റെ നടത്തിപ്പുകാരെയും എല്ലാം തന്നെ എത്തിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതുള്ള കാര്യമാണ്. ഇതിനുശേഷം നമ്മൾ ഒരു വാർത്തയിൽ ഇടപെട്ടു, അതിന് കൃത്യമായ ഫലം ഉണ്ടായിരിക്കുകയാണ്.